അസൂയ മനസ്സിൽ നിന്ന് അലിഞ്ഞുചേരണം. മനസ്സ്, അതായത് അറിവ്, ബുദ്ധി, വിവേചനം സ്ഥിരതയുള്ളതും നിശ്ചലവുമാകുമ്പോൾ, പരമബോധത്തിന്റെ ദിവ്യപ്രകാശം മനസ്സിനെ പ്രകാശിപ്പിക്കുമ്പോൾ അറിവിന്റെ നിധി തുറന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കൂ. സംഗീതം. ഈ നെഞ്ചു തുറക്കുന്നത് അഹങ്കാരത്തിന്റെ 6 കൈകളുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. അന്വേഷകൻ മിഥ്യാബോധം കൈവരിക്കുന്നു. ഇത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വാതിലാണ്. അവിടെ നിന്നാണ് ആത്മാവിന്റെ ആന്തരിക വെളിച്ചം ഉയർന്നുവരുന്നത്. സച്ചിദാനന്ദൻ വസിക്കുന്ന ഏറ്റവും ഉള്ളിലെ പാത്രമാണിത്. ബ്രഹ്മസൂത്രങ്ങൾ ഈ നിധിയെ തിരിച്ചറിയുകയും യുക്തി നൽകുകയും ചെയ്യുന്നു. ആനന്ദം പരമാത്മാവാണ്. ദമയോ അഭ്യാസാത്, അതായത് പരമാത്മാവ് ആനന്ദത്തിന്റെ മൂർത്തീഭാവമാണ്. ഈ സത്യം തപസ്, ധ്യാനം, നിരന്തരമായ പരിശീലനം എന്നിവയിലൂടെ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന താൽക്കാലിക ആനന്ദമല്ല ഈ ആനന്ദം. മറിച്ച് ആത്മാവ് അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി പ്രകടമാകുന്ന ശാശ്വതവും അനന്തവുമായ സന്തോഷമാണിത്. ഈ ആനന്ദം ബാഹ്യവസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ നേട്ടങ്ങളെയോ ആശ്രയിക്കുന്നില്ല, മറിച്ച് ആന്തരിക യാത്രയിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന പരമാത്മാവിന്റെ തന്നെ സ്വഭാവമാണിത്. അന്നമായ ഈ ശരീരം, പ്രാണമായ നമ്മുടെ ജീവശക്തി, മനോമായ നമ്മുടെ മനസ്സ്, വിജ്ഞാനമായ നമ്മുടെ ബോധം എന്നീ 4 പാത്രങ്ങളുടെയും താക്കോലുകൾ തുറക്കുമ്പോൾ, അവയെ നിശ്ചലമായി നിലനിർത്തുമ്പോൾ, സ്ഥിരതയുള്ള, രൂപമില്ലാത്ത, ഗുണങ്ങളില്ലാത്ത, മാറ്റമില്ലാത്ത, യഥാർത്ഥത്തിൽ ആനന്ദപൂർണമായ ആത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ നാം എത്തിച്ചേരുന്നു. ബാഹ്യവസ്തുക്കളെ ആശ്രയിച്ചുള്ള ക്ഷണികമായ ആനന്ദങ്ങളെയോ സന്തോഷത്തെയോ മറികടന്ന് സ്വാഭാവിക സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയാണിത്. മഴക്കാലത്ത് മേഘങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകുന്നതുപോലെ ഈ പാത്രം തുറക്കുമ്പോൾ ആനന്ദം ഒഴുകുന്നു. പരമമായ ആനന്ദത്തിന്റെ ഈ നിധി തുറക്കുന്നതിനുള്ള താക്കോലാണ് തപസ്യ. ഇവിടെ തപസ്യ എന്നാൽ കഠിനമായ പരിശീലനമോ ശാരീരിക കഷ്ടപ്പാടോ മാത്രമല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് സ്ഥിരോത്സാഹത്തോടും ക്ഷമയോടും കൂടി ഒരാളുടെ ലക്ഷ്യത്തിലെ സ്ഥിരോത്സാഹം എന്നിവയാണ് ഇതിനർത്ഥം. അന്വേഷകനെ അവരുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു അചഞ്ചലമായ ദൃഢനിശ്ചയവും അചഞ്ചലമായ പരിശ്രമവുമാണ് ഇത്. ഗുരുദേവൻ വിശദീകരിക്കുന്നു. യോഗ, ഉപവാസം, പ്രാണായാമം, ധ്യാനം, സാധന, ജ്ഞാനപഠനം എന്നിവയിലൂടെ തുടർച്ചയായതും കഠിനവുമായ തപസ്സിലൂടെ അന്വേഷകനിൽ അതിരറ്റ ആനന്ദപ്രവാഹം പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് ശാരീരികവും മാനസികവുമായ അടിമത്തത്തിൽ നിന്ന് സ്വയം മോചിതനായി എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു തുള്ളി പോലെ ആത്മാവ് പരമാനന്ദത്തിന്റെ മൂർത്തീഭാവമായ പരമസത്തയുടെ സമുദ്രത്തിൽ ലയിച്ചു. ഉപനിഷത്തുകളിൽ ഈ അവസ്ഥയെ സിദ്ധി, മോക്ഷം, ആത്യന്തിക അവസ്ഥ എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിലാണ് അന്വേഷകൻ തന്റെ ശുദ്ധവും ശാശ്വതവും സത്യവും അനന്തവും ആനന്ദപൂർണവുമായ രൂപത്തിൽ സ്ഥാപിതനും സ്ഥിരതയുള്ളവനും ആകുന്നത്. ഇപ്പോൾ ആത്മാവിന്റെയും പരമസത്തയുടെയും ദ്വന്ദ്വം അവസാനിച്ചു. അതുല്യമായ അസ്തിത്വം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അന്വേഷകൻ ഇപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ കഴിയും, കാരണം അവനും പരമസത്തയും തമ്മിൽ വ്യത്യാസമില്ല. സംഗീതം. ഈ അവസ്ഥയിൽ നമുക്ക് അയം ആത്മബ്രഹ്മം അർത്ഥം, നമ്മുടെ ആത്മാവ് ഒരു മിഥ്യയാണ് അനുഭവിക്കുക മാത്രമല്ല, നമ്മൾ സ്വയം പരമസത്തയായി മാറുന്നു. നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു, അതായത് ഞാൻ ഒരു മിഥ്യയാണ്. വേദഗ്രന്ഥങ്ങളും ഈ അവസ്ഥയെ സ്ഥിരീകരിക്കുന്നു. ഈ അവസ്ഥ ഒരു മിഥ്യയോ മാനസിക സങ്കല്പമോ അല്ല, മറിച്ച് ദ്വന്ദ്വം അപ്രത്യക്ഷമാവുകയും അന്വേഷകൻ പരമമായ ആനന്ദത്തിൽ ലയിക്കുകയും ചെയ്യുന്ന ഒരു നേരിട്ടുള്ളതും പൂർണ്ണവുമായ അനുഭവമാണ്. ഇത് ആത്മാവിന്റെ ഏറ്റവും പുറം പാത്രമാണ്, നമ്മുടെ ഭൗതിക ശരീരം. ഈ പാത്രം ഭക്ഷണത്താൽ നിർമ്മിച്ചതാണ്, ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ശരീരം ഭക്ഷണത്താൽ നിർമ്മിച്ചതാണ്, അതായത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് പോഷണം സ്വീകരിച്ചുകൊണ്ട് അത് സ്വയം പോഷിപ്പിക്കുകയും കാലക്രമേണ മറ്റുള്ളവർക്ക് പോഷണത്തിന്റെ ഉറവിടമായി മാറുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളുടെയും മാധ്യമമാണിത്. നമുക്ക് അത് കാണാനും സ്പർശിക്കാനും അനുഭവിക്കാനും കഴിയും. ജീവശക്തിയെ പൊതിയുന്ന ആദ്യത്തെ പാത്രമാണ് ഭക്ഷണ ഉറയെന്ന് ഗുരുദേവൻ പറയുന്നു. നാം നമ്മെ വെറും ശരീരമായി കണക്കാക്കുന്നിടത്തോളം നാം ഈ പാത്രത്തിൽ തടവിലാക്കപ്പെടും. ഈ ശരീരം കൈകൾ, കാലുകൾ, തലച്ചോർ, ഹൃദയം, രക്തം, കോശങ്ങൾ എന്നിവയാൽ നിർമ്മിതമാണ്. കൂടാതെ മറ്റൊരാളുടെ ശരീരം, ധാന്യം, പഴങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ എന്നിവയിലൂടെ നാം നമ്മുടെ ജീവൻ നിലനിർത്തുന്നു. ഒരു ദിവസം നമ്മുടെ ഈ ശരീരം മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഉറവിടമായി മാറും. പ്രബുദ്ധർ ഭക്ഷണത്തെക്കുറിച്ച് തർക്കിക്കുന്നില്ല. അവർക്ക് ഭക്ഷണത്തിന്റെ ഈ രഹസ്യം അറിയാം. കൂടാതെ എല്ലാ ഭക്ഷ്യവൈകല്യങ്ങളിൽ നിന്നും മുക്തരായിരിക്കും. ഇത് തൈത്തി ഉപനിഷത്തിന്റെ ഗ്രന്ഥങ്ങളാൽ തെളിയിക്കപ്പെടുന്നു. അന്നാൻ നിന്ദ്യാത് തദ്രതം പ്രണോ വാ അന്നം. ശരീരം മനാനദം പ്രാണശരീരം ശരീരം പ്രതിഷ്ഠാം ശരീരം. പ്രാണപ്രതിഷ്ഠ തഥേ ദാൻ മാന്യപ്രതിഷ്ഠ. സദാൻ മാന്യപ്രതിഷ്ഠ വേദപ്രതിഷ്ഠതി അൻവാൻ. നാദോ ഭവതി മഹാൻ ഭവതി പ്രജ്യ പശുഭർ ബ്രഹ്മ. വാസിൻ മഹാൻ കീർത്യം. അതായത് നിങ്ങൾ ഭക്ഷണത്തെ വിമർശിക്കില്ല, കാരണം അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലമാണ്. ജീവിതം ഭക്ഷണമാണ്. ശരീരം അതിന്റെ ഗുണങ്ങൾ ആസ്വദിക്കുന്നു. ശരീരം ജീവനെയും ജീവിതത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ശരീരത്തെ പ്രതീകാത്മകമാണ്. അതിനാൽ ഇവിടെ ഭക്ഷണം, അതായത് ഭക്ഷണത്തിലെ ഭക്ഷണം, അതായത് ഉപഭോക്താവ്, അഭിമാനകരമാണ്. ഈ ഭക്ഷണത്തിൽ വിശ്രമിക്കുന്നവൻ ആഹാരത്തിന്റെ സത്യം അറിയുന്നു. ആ ഭക്ഷണം, അതായത് ഭൗതിക ശരീരത്തിന്റെയും അതിന്റെയും ഉടം, ആസ്വാദകനാകുന്നു. ജനങ്ങളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും അദ്ദേഹം മിഥ്യാധാരണ വേഗത്തിൽ വലുതാകുന്നു.
ആ പ്രശസ്തി മഹത്താകുന്നു. ഗുരുദേവൻ ഉദാഹരണങ്ങൾ നൽകുന്നു. ഒരു ചെടി പോലെ മണ്ണിൽ നിന്ന് പോഷണം സ്വീകരിച്ച് വളരുകയും മരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അത് അതേ മണ്ണിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ശരീരം പ്രകൃതിയുടെ ഭക്ഷണചക്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ന് ജീവികൾ കഴിക്കുന്ന ധാന്യങ്ങൾ, പഴങ്ങൾ, വേരുകൾ, പച്ചക്കറികൾ, മാംസം മുതലായവ അവയെ പോഷിപ്പിക്കുന്നു. എന്നാൽ ഈ പോഷണം ലഭിച്ച ശരീരം മരണശേഷം പ്രകൃതിയുടെ ഭക്ഷണമായി മാറും. അതായത് ജീവികൾ എന്ത് കഴിച്ചാലും അത് ഭക്ഷണമാണ്. ഈ പോഷണം സ്വീകരിക്കുന്ന ഉപഭോക്താവും ഭക്ഷണമാണ്. വാസ്തവത്തിൽ നമ്മുടെ നിലനിൽപ്പ് നിലനിർത്താൻ ഓരോ നിമിഷവും എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റൊന്ന് ആരുടെയെങ്കിലും ഭക്ഷണമായി മാറുകയാണ്. പ്രകൃതി ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഈ കളിയിൽ അധിഷ്ഠിതമാണ്. ഇന്ന് നിങ്ങളുടെ ശരീരത്തിലുള്ള ആറ്റങ്ങൾ നാളെ പ്രകൃതിയിലുടനീളം വിതരണം ചെയ്യപ്പെടും. ചിലത് മണ്ണായി മാറും, ചിലത് സസ്യങ്ങളായി മാറും, ചിലത് വായുവായി മാറും, ചിലത് ജീവജാലങ്ങളായി മാറും. അപ്പോൾ ഈ മരണം എവിടെയാണ്? ഈ പെട്ടി തുറക്കുന്നതിനുള്ള താക്കോൽ യോഗയും ഉപവാസവുമാണ്. യോഗ എന്നാൽ ആസനങ്ങൾ മാത്രമല്ല, ഒരാളുടെ ശരീരത്തിൽ പൂർണ്ണ നിയന്ത്രണം നേടുകയും ചെയ്യുന്നു. ശാരീരിക യോഗ, ക്രിയായോഗ, ജ്ഞാനയോഗ, കർമ്മയോഗ, ഏകത്വ യോഗ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഉപവാസം എന്നാൽ ഉപവാസം മാത്രമല്ല, മറിച്ച് മുകളിൽ പറഞ്ഞ നിയന്ത്രണം നേടാനുള്ള പ്രതിബദ്ധതയാണ്. യോഗ പരിശീലനത്തിലൂടെ ഭക്ഷണം, ദാഹം, ഉറക്കം, ഇന്ദ്രിയങ്ങൾ, ഈ ഭൗതിക ശരീരത്തിലെ ഓരോ സുഷിരവും നിയന്ത്രിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഉപവാസം. നിങ്ങളുടെ അസ്തിത്വം എന്ന് നിങ്ങൾ കരുതുന്നതും അറിയുന്നതും യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ലെന്ന് ഗുരുദേവൻ പറയുന്നു. അത് എപ്പോഴാണ് നിങ്ങളുടേത്? എത്ര കാലം അങ്ങനെ തന്നെ തുടരും? അത് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിന് വിശപ്പ്, ദാഹം തോന്നുന്നുണ്ടോ? കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ശരിയല്ലേ? പിന്നെ ഈ ശരീരം എങ്ങനെയാണ് നിങ്ങളായി മാറിയത്? നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനെ നിങ്ങളുടേത് എന്ന് വിളിക്കാൻ കഴിയൂ. വാസ്തവത്തിൽ വിശപ്പ്, ദാഹം, കാമം, ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നിവ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ ഈ അന്നമായ ഭക്ഷണം വഹിക്കുന്ന പെട്ടി തുറക്കുന്നു. അതിനുള്ളിൽ നിങ്ങൾക്ക് പ്രാണമായ പെട്ടി ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം സ്വയം നിയന്ത്രിക്കപ്പെടുന്നു, നിങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. യോഗ ശരീരത്തെ സ്ഥിരപ്പെടുത്തുന്നു. ഉപവാസം നമ്മുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുന്നു. അന്നമായ കോശം തുറക്കുന്നതിലൂടെ നാം ശരീരത്തിന്റെ പരിമിതികളെ മറികടന്ന് പ്രാണനിലേക്ക് നീങ്ങുന്നു. ഈ പെട്ടി തുറക്കുന്നതിലൂടെ മരണഭയത്തിൽ നിന്ന് നാം മുക്തരാകുന്നു. അതിനുള്ളിൽ നമുക്ക് പ്രാണമായ കോശം ലഭിക്കുന്നു. നമ്മുടെ അസ്തിത്വം ഈ ശരീരം മാത്രമല്ല എന്ന് നമ്മോട് പറയുന്ന ആദ്യപടിയാണിത്. അന്നമയ കോശത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് പ്രാണമയ കോശമാണ്, നമ്മുടെ ജീവശക്തിയുടെ സംഭരണി. നമ്മെ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്ന ശക്തിയാണിത്. നമ്മെ ജീവിപ്പിക്കുന്നതോ നിലനിർത്തുന്നതോ ആയ എല്ലാ വസ്തുക്കളിലും ഈ ഊർജ്ജം വസിക്കുന്നു. 2 തരം പ്രാണനുകളുണ്ടെന്ന് ഗുരുദേവൻ പറയുന്നു. ഒന്ന് സ്ഥിരമായ പ്രാണൻ, മറ്റൊന്ന് ചഞ്ചലമായ പ്രാണൻ. സ്ഥിരമായ പ്രാണൻ എല്ലാ വസ്തുക്കളിലും ശാശ്വതമായി നിലനിൽക്കുന്നു. എന്നാൽ ചഞ്ചലമായ ഒരു പ്രാണൻ അതിനെ സ്വാധീനിക്കുന്നതുവരെ അത് പ്രകടമാകില്ല. വാസ്തവത്തിൽ ചഞ്ചലമായ പ്രാണൻ ജീവൻ ഒഴുകുന്ന 7 പ്രാണങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ പ്രവാഹം നിലച്ചാൽ ഈ ലോകം ജീവൻ നഷ്ടപ്പെടും. പ്രാണൻ വെറും ശ്വാസമല്ല, മറിച്ച് നമ്മെ ജീവനോടെ നിലനിർത്തുന്ന എല്ലാം ആണെന്ന് ഗുരുദേവൻ പറയുന്നു. കാലാവസ്ഥ, ഭക്ഷണം, വെള്ളം, ശ്വാസം, നമ്മുടെ ബോധം പോലും പ്രാണനാണ്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരാൾ മരിക്കുമെന്ന് അവർ വിശദീകരിക്കുന്നു. സംസ്കൃതത്തിൽ കാലാവസ്ഥയെ സാമം എന്നും കാലാവസ്ഥ ജീവിതത്തിന് അത്യാവശ്യമായതിനാൽ അത് സമാന പ്രാണൻ എന്നും വിളിക്കുന്നു. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ അവൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും. ഭക്ഷണം നമ്മുടെ വിശപ്പിനെ, അതായത് വയറിനെ തൃപ്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം വയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സംസ്കൃതത്തിൽ ആമാശയത്തെ ഉദരം എന്നും ഭക്ഷണം ജീവിതത്തിന് അത്യാവശ്യമാണ്. അതിനാൽ ഇത് ഉദാന പ്രാണനാണ്. വെള്ളം ലഭ്യമല്ലെങ്കിൽ ഒരാൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ദാഹം കൊണ്ട് മരിക്കും. സംസ്കൃതത്തിൽ വെള്ളത്തെ അബ് എന്നും വെള്ളം ജീവിതത്തിന് അത്യാവശ്യമാണ്. അതിനാൽ ഇത് അപാന പ്രാണനാണ്. ശ്വസനം നിലച്ചാൽ ഒരു നിമിഷത്തിനുള്ളിൽ മരണം ഉറപ്പാണ്. സംസ്കൃതത്തിൽ വായുവിനെ വാമനൻ എന്നും വായു ജീവിതത്തിന് അത്യാവശ്യമാണ്. അതിനാൽ ഇത് വ്യാനപ്രാണനാണ്. എന്നാൽ മുകളിൽ പറഞ്ഞവയേക്കാളെല്ലാം അത്യാവശ്യമാണ് ജീവശക്തി. അതില്ലാതെ ഒരാൾക്ക് ഒരു നിമിഷം പോലും അതിജീവിക്കാൻ കഴിയില്ല. ഈ ജീവശക്തി പ്രാണനാണ്. വൈദ്യുതിയില്ലാതെ ഒരു ഫാൻ പ്രവർത്തിക്കാത്തതുപോലെ പ്രാണനില്ലാതെ ശരീരം നിഷ്ക്രിയമാണ്. ജീവശക്തി അഥവാ പ്രാണൻ ശരീരത്തെ ആത്മാവുമായി ബന്ധിപ്പിക്കുന്ന നൂലാണ്. ഈ 5 ജീവശക്തികളെ ജീവിതത്തിന്റെ 5 തൂണുകൾ എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ 7 തരം ജീവശക്തികൾ പ്രചരിക്കുന്നു: കാലാവസ്ഥ, ഭക്ഷണം, ജലം, ശ്വാസം, സൂര്യൻ, ബോധം, ജീവശക്തി. ഇവയില്ലെങ്കിൽ മുഴുവൻ പ്രപഞ്ചവും നിർജീവമാകും. തിരുവെഴുത്തുകൾ 7 ജീവശക്തികളെക്കുറിച്ച് പറയുന്നു. സപ്തപ്രാണായ പ്രവന്തി തസ്മാത് സപ്തചിഷാ സമാധേ, സപ്തപ്രാണായ പ്രവന്തി തസ്മാത് സപ്തചിഷാ സമാധേ. ഇവയെല്ലാം ഒരേ പരമാത്മാവിൽ നിന്ന് ജനിച്ചതും ഒരു യോജിച്ച ഗ്രൂപ്പിലുമാണ്. ഈ നിധിയുടെ താക്കോൽ പ്രാണായാമമാണ്. എന്നാൽ ഗുരുദേവൻ അതിനെ ആഴത്തിലുള്ള ശ്വസനം മാത്രമായി കണക്കാക്കുന്നില്ല. പ്രാണായാമം എന്നാൽ ഈ 7 ജീവശക്തികൾക്ക് മാനം നൽകുകയോ വികാസം നൽകുകയോ ചെയ്യുന്നു എന്നാണ്. ഗുരുദേവൻ പറയുന്നു, ഒരു യോഗി ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളിൽ കയറുകയും വിശപ്പും ദാഹവും ഉപേക്ഷിക്കുകയും
ഈ 7 ജീവശക്തികളെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ തന്റെ ജീവശക്തിയെ സ്ഥിരപ്പെടുത്താൻ ധ്യാനിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗുരുദേവൻ വിശദീകരിക്കുന്നു. ഒരു സാധകൻ വിശപ്പ്, ദാഹം, ചൂട് സഹിക്കൽ, ശ്വസനം, ജീവശക്തി എന്നിവയെ ബലപ്രയോഗത്തിലൂടെയല്ല, വർഷങ്ങളുടെ പരിശീലനത്തിലൂടെയല്ല, സ്വാഭാവികമായും ഇച്ഛാശക്തിയാൽ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ അവൻ ഈ നിധിയുടെ താക്കോൽ അൺലോക്ക് ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. അദ്ദേഹം തുടർന്നു പറയുന്നു, പ്രാണശക്തിയെ സ്തംഭിപ്പിക്കുക, ഈ ശരീരം അതിൽ നിന്ന് എങ്ങനെ വേറിട്ട് അനുഭവപ്പെടുന്നുവെന്ന് കാണുക. അവിടെ നിങ്ങളുടെ ഞാൻ ഇനി ശരീരത്തിൽ മാത്രം ഒതുങ്ങില്ല, താൻ വെറുമൊരു ശരീരമല്ല, വെറുമൊരു പേരല്ല, മറിച്ച് അതിനപ്പുറമാണെന്ന് അയാൾക്ക് അനുഭവപ്പെടും. ഈ താക്കോലിന്റെ പ്രവർത്തനം കേവലം നിയന്ത്രണമല്ല, മറിച്ച് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവശക്തിയുടെയും ആത്മാവിന്റെ തിരിച്ചറിവിന്റെയും മേലുള്ള നിയന്ത്രണമാണ്. ജീവശക്തിയുടെ സ്ഥിരതയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലേക്ക് നീങ്ങുന്നു. ജീവശക്തിയുടെ ഒഴുക്ക് ശരീരത്തിലേക്ക് ബോധത്തെ കൊണ്ടുവരുന്നു. ആത്മശക്തി കൂടുതൽ ശാന്തവും നിയന്ത്രിതവുമാകുമ്പോൾ സാധകൻ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കൂടുതൽ കഴിവുണ്ടാകും. ഓർമ്മിക്കുക, ജീവിതം വെറും ശരീരം മാത്രമല്ല, നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഊർജ്ജപ്രകൃതിയാണ്. വിശപ്പ്, ദാഹം, തണുപ്പ്, ചൂട്, ശ്വസനം, നിശ്വാസം, ദുഃഖം, വേദന, മറ്റ് മാനസികവും ശാരീരികവുമായ കഷ്ടപ്പാടുകൾ എന്നിവ സാധാരണക്കാരുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നു. എന്നാൽ ജീവശക്തിയുടെ സാധകൻ അവയാൽ ഇളകാതെയും സ്പർശിക്കപ്പെടാതെയും തുടരുന്നു. മനോമയ കോശം, മനസ്സ്, ശരീരം, പ്രാണമയ കോശത്തിന്റെ മുഴുവൻ ചുറ്റളവിലും സ്ഥിതി ചെയ്യുന്നു. ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ഭാവനകൾ, ഓർമ്മകൾ എന്നിവ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സാണ് ഈ കവചം. ഈ മനസ്സ് ജീവജാലത്തിന് ഒരു സവിശേഷ ഐഡന്റിറ്റി നൽകുന്നു. ഞാൻ എന്റേത്, നിങ്ങളുടേത്, അവന്റേത് തുടങ്ങിയ ആശയമാണിത്. ഇത് ജീവജാലത്തിൽ ദ്വന്ദ്വബോധം സൃഷ്ടിക്കുന്നു. വാസ്തവത്തിൽ പ്രാണൻ ഭൗതിക പ്രകൃതിയെ മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഊർജ്ജപ്രവാഹമാണ്. മനസ്സ് അതിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു ബോധമാണ്. മനസ്സ് തലച്ചോറിന്റെ ഒരു പ്രവർത്തനം മാത്രമാണെന്നാണ് പൊതുവായ വിശ്വാസം. എന്നാൽ ഗുരുദേവൻ അത് തലച്ചോറിനപ്പുറം വ്യാപിച്ചുകിടക്കുന്ന ഒരു വിശാലമായ ബോധമാണെന്ന് വിശദീകരിക്കുന്നു. പ്രാണശക്തി ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നിടത്തോളം മനസ്സിന് എത്തിച്ചേരാനാകും. അതിനാൽ ഭൗതിക മേഖലയിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിന്തിക്കാനും സങ്കൽപ്പിക്കാനും അതിന് കഴിയും. വാസ്തവത്തിൽ ഈ ബോധം അബോധാവസ്ഥയിലും അജ്ഞതയിലുമാണ്. അറിവ്, ബുദ്ധി, വിവേചനം എന്നീ ത്രിത്വത്താൽ ബോധമായി രൂപാന്തരപ്പെടുന്നു. മനസ്സ് ഒരു ഖര അല്ലെങ്കിൽ ഭൗതിക അവയവമല്ല, മറിച്ച് ഒരു ആത്മീയ അവയവമാണെന്ന് ഗുരുദേവൻ പറയുന്നു. അതിന് ഭൗതിക രൂപമോ ഭൗതിക ശരീരമോ ബന്ധിതമല്ല. അത് ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല, ഒരു സമയത്താലും ബന്ധിതവുമല്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു വിരലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അവിടെ പോകുന്നു. അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ മുമ്പ് എന്തെങ്കിലും നിങ്ങൾ സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശ്വാസത്തിന്റെ വേഗതയിൽ ആ സമയത്ത് എത്തുന്നു. അതുകൊണ്ടാണ് ഈ മനസ്സിന് ശരീരത്തിനും ഭൗതിക ലോകത്തിനും സമയത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് വേദങ്ങളിൽ പറയുന്നത്. കാരണം അത് രൂപരഹിതവും ഗുണരഹിതവും സർവ്വവ്യാപിയും ചൈതന്യമുള്ളതും നിർജീവവുമായ ബോധത്തിന്റെ പ്രതിഫലനമാണ്. എന്നാൽ മനസ്സ് അജ്ഞതയുടെ ആവരണം ധരിച്ചിരിക്കുന്നതിനാൽ അത് മായല്ല. മനസ്സിന്റെ ചഞ്ചലമായ സ്വഭാവം വളരെ ആഴമേറിയതാണ്. ഒരു ബ്രഹ്മദർശി ഗുരുവും ശരിയായ സാധനയോ പരിശീലനമോ ഇല്ലാതെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് രാവും പകലും കുരയ്ക്കുന്ന ഒരു കാട്ടുനായെപ്പോലെയാണ്. മനസ്സ് ശാന്തവും സ്ഥിരതയുള്ളതുമാകുന്നതുവരെ ആത്മബോധം ഉണർത്താൻ കഴിയില്ലെന്നും ആത്മബോധം ഇല്ലാതെ ഒരു അന്വേഷകനും ബോധം കൈവരിക്കാൻ കഴിയില്ലെന്നും ഓർമ്മിക്കുക. ഈ നിധിയുടെ താക്കോൽ ധ്യാനമാണ്. ഇക്കാലത്ത് എല്ലാവരും കണ്ണടച്ച് ഇരിക്കുന്നത് ധ്യാനമായി കണക്കാക്കുന്നുവെന്ന് ഗുരുദേവൻ പറയുന്നു. എന്നാൽ ഈ പ്രവൃത്തി ധ്യാനമല്ല, നിർബന്ധമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മാതാപിതാക്കൾ ഒരു നിഷ്കളങ്കനായ കുട്ടിയെ പഠിക്കാൻ നിർബന്ധിക്കുകയും അവൻ വായിൽ ഒരു പുസ്തകവുമായി ഇരിക്കുകയും ചെയ്യുന്നതുപോലെ. ഇവിടെ അവൻ പഠിക്കുന്നതായി നടിക്കുന്നു. അറിവ് സ്വമേധയാ നേടാനല്ല. ഇന്ന് മിക്ക ആളുകളും സമാനമായ എന്തെങ്കിലും ചെയ്യുന്നു. ആരോ എന്തോ പറഞ്ഞു, അവരും അത് ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ അർത്ഥമെന്താണ്? ശ്വാസം ചഞ്ചലമാണ്. അതിനെ നിയന്ത്രിക്കാതെ എന്തിനാണ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഒരുപക്ഷേ അത് നിങ്ങൾക്ക് ഒരു താൽക്കാലിക സമാധാനം നൽകും, അല്ലെങ്കിൽ നിങ്ങളുടെ ആശങ്കകൾ കുറയ്ക്കും. ഇതിനെ ധ്യാനം എന്ന് വിളിക്കുകയാണെങ്കിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ നാട്ടിലെവിടെയെങ്കിലും അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നതാണ് നല്ലത്. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തതിനാൽ ഒന്നും വായിക്കാതെ ഒരു പുസ്തകവുമായി ഇരിക്കുന്ന നിഷ്കളങ്കനും വിഡ്ഢിയുമായ കുട്ടിയെപ്പോലെയാണ് ഇത്. താൻ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവെന്നോ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവത്തായ ഉദ്ദേശ്യം എന്താണെന്നോ പോലും അവൻ അറിയില്ല. അതുകൊണ്ടാണ് അവൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്. അവൻ പഠിക്കുന്നതായി നടിക്കുന്നു. അതുപോലെ ഇന്നത്തെ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം അറിയാത്തതിനാൽ ധ്യാനിക്കുന്നതായി നടിക്കുന്നു. വാസ്തവത്തിൽ ധ്യാനം നിർബന്ധിതമല്ല, മറിച്ച് അത് യാന്ത്രികമായി അതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. വിശക്കുന്ന ഒരാളുടെ ശ്രദ്ധ യാന്ത്രികമായി ഭക്ഷണത്തിലേക്കും ദാഹിക്കുന്ന ഒരാളുടെ ശ്രദ്ധ യാന്ത്രികമായി വെള്ളത്തിലേക്കും മാറുന്നതുപോലെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. ധ്യാനം യാന്ത്രികമായി ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. ഒരു അന്വേഷകൻ അവരുടെ ശരീരത്തെയും ആത്മാവിനെയും ശാന്തമാക്കുമ്പോൾ അവർക്ക് അവരുടെ അടുത്ത ലക്ഷ്യം അറിയാം. അവരുടെ ശ്രദ്ധ യാന്ത്രികമായി ആ ലക്ഷ്യത്തിലേക്ക് മാറുന്നു. പരിശീലനത്തിലൂടെയല്ല, ഇച്ഛാശക്തിയിലൂടെയല്ല, ബലപ്രയോഗത്തിലൂടെയല്ല. ഗുരുദേവൻ തുടർന്നു പറയുന്നു, സ്വപ്നങ്ങൾ, ചിന്തകൾ, ആശങ്കകൾ, ആഗ്രഹങ്ങൾ, വൈകാരിക തരംഗങ്ങൾ, ഓർമ്മകൾ എന്നിവ സ്വയമേവ നിലയ്ക്കുമ്പോൾ
മനസ്സ് നിങ്ങളുടെ അനുസരണയുള്ള വിദ്യാർത്ഥിയാകുമ്പോൾ മാത്രമേ മനോമയ കോശം തുറന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയാവൂ. ആത്മപരിചയ് എന്നതിൽ മനസ്സ് എപ്പോഴും ഒരു കാട്ടുനായെപ്പോലെ കുരയ്ക്കുന്നതെങ്ങനെയെന്ന് ഞങ്ങൾ വിശദീകരിച്ചു. എന്നാൽ മനോമയ കോശം തുറക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു ദാസനായി മാറുന്നു. അപ്പോൾ മനസ്സിനപ്പുറം എന്തോ ഒന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ ശരീരമോ ആത്മാവോ മനസ്സോ അല്ല, മറിച്ച് ഞാൻ ആ അനന്തമായ പരമബോധമാണ്. ഈ ഉറ തുറക്കുന്നതിലൂടെ ബാഹ്യലോകത്തോടുള്ള ആസക്തിയുടെ ബന്ധനങ്ങൾ യാന്ത്രികമായി വിച്ഛേദിക്കപ്പെടുകയും നമുക്ക് ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്യുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് പരിധിയില്ലാത്ത സമാധാനം അനുഭവപ്പെടുന്നു. കൂടാതെ നമ്മുടെ ഏകാഗ്രത, ഇച്ഛാശക്തി, ശക്തി, ദൃഢനിശ്ചയം, മനോബലം എന്നിവ കൂടുതൽ ശക്തമാകുന്നു. മനോമയ കോശത്തിനുള്ളിൽ നമ്മുടെ ബുദ്ധിയുടെ പാത്രം എന്നറിയപ്പെടുന്ന വിജ്ഞാനമയ കോശമുണ്ട്. ഈ പാത്രം അറിവ്, വിവേചനാധികാരം, വിധിന്യായശക്തി എന്നിവ നൽകുന്നു. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയാൻ കഴിയുന്ന പ്രകാശം പോലെയാണിത്. ആത്മാവിനോട് അടുത്തിരിക്കുന്നതിനാൽ അതിന് അത് ഗ്രഹിക്കാൻ കഴിയും. ചിലപ്പോൾ ആത്മാവിന്റെ അചഞ്ചലമായ നിർദ്ദേശങ്ങൾ പോലും കേൾക്കാൻ കഴിയും. അതിനെ നമ്മൾ ആന്തരിക ശബ്ദം അല്ലെങ്കിൽ കുടൽ വികാരം എന്ന് വിളിക്കുന്നു. ഈ പാത്രം പ്രബുദ്ധരുടെ ബോധത്തെ തുറക്കുന്നുവെന്ന് ഗുരുദേവൻ പറയുന്നു. എന്നാൽ അത് അജ്ഞത, അനീതി, അഹങ്കാരം എന്നിവയുടെ പൂട്ടുകളാൽ പൂട്ടപ്പെട്ടിരിക്കുന്നു. ഈ പെട്ടിയിൽ ത്രിത്വം വസിക്കുന്നു. അറിവ് അനുഭവത്തിൽ നിന്നും ധാരണയിൽ നിന്നും ഉദ്ഭവിക്കുകയും മനുഷ്യന്റെ ധാരണയെ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുകയും ഓപ്ഷനുകൾ തൂക്കിനോക്കുകയും മാനസിക പീഡനത്തിന്റെ ദിശ നിർണ്ണയിക്കുകയും ചെയ്യുന്ന ബുദ്ധി. അന്തിമ തീരുമാനം എടുക്കുന്ന ജ്ഞാനം സത്യവും അസത്യവും, നീതിയും അനീതിയും, ലാഭനഷ്ടവും തമ്മിൽ വേർതിരിച്ചറിയാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഒരു വ്യക്തി കൂടുതൽ അറിവുള്ളവനാണെങ്കിൽ അവരുടെ ബുദ്ധി കൂടുതൽ മൂർച്ചയുള്ളതായിരിക്കും. അവർ കൂടുതൽ ബുദ്ധിമാന്മാരാകും. അവർ കൂടുതൽ വിവേകികളാകും. ഗുരുദേവൻ കൂടുതൽ വിശദീകരിക്കുന്നു. ജ്ഞാനികൾ ഇവയെ ത്രിത്വോപചിത്, 3 ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. കാരണം ഇവ മൂന്നും ഒരുമിച്ച് മനസ്സിന്റെ ബോധത്തെ സൃഷ്ടിക്കുന്നു. അത് മനസ്സിനെ പരമോന്നത അറിവിലേക്ക് നയിക്കുന്നു. മനഃസ്ഥിരതയുള്ളതായിരിക്കുമ്പോൾ ഇവ മൂന്നും ചേർന്ന് മനസ്സിനെ ആ ആത്യന്തിക ഘടകത്തിലേക്ക് നയിക്കുന്നു. അറിവ്, ബുദ്ധി, വിവേചനം എന്നിവയുടെ വികാസത്തിലൂടെയാണ് ഒരു വ്യക്തിയുടെ ബോധം വികസിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനർത്ഥം ബോധം സ്ഥിരമായതോ സ്വതസിദ്ധമായതോ അല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ അനുഭവം, ധ്യാനം, പഠനം, നിരീക്ഷണം, പരിശോധന, ഒടുവിൽ തെളിവുകളിലൂടെ നേടിയ അറിവ് എന്നിവയിലൂടെ വികസിക്കുന്നു എന്നാണ്. ഒരു വ്യക്തി കൂടുതൽ ബുദ്ധിമാനും വിവേചനാധികാരിയും അറിവുള്ളവനുമാണെങ്കിൽ അവരുടെ ബോധം വിശാലവും ആഴമേറിയതുമാകും. അദ്ദേഹം മനോഹരമായ ഒരു ഉപമ നൽകുന്നു. ഒരു വിളക്ക് ഇരുട്ടിനെ അകറ്റുന്നതുപോലെ വിളക്കിൽ എണ്ണയും തിരിയും ഇല്ലെങ്കിൽ അത് നിഷ്ക്രിയമായി ഇരുട്ടിൽ തളർന്നുപോകുന്നു. അതുപോലെ ബുദ്ധി, വിവേചനാധികാരം, അറിവ് എന്നിവ ഒരു വ്യക്തിയെ ബോധമുള്ളവനാക്കുന്നു. എന്നാൽ അജ്ഞതയും അഹങ്കാരവും വർദ്ധിച്ചാൽ ഈ പെട്ടി അടഞ്ഞിരിക്കും. ആ വ്യക്തി ജീവിതത്തിലുടനീളം അബോധാവസ്ഥയിലും വിഡ്ഢിയായും തുടരുന്നു. ഈ പെട്ടിയുടെ താക്കോലുകൾ ധ്യാനം, പരിശീലനം, പഠനം എന്നിവയാണ്. ഇവിടെ സാധന എന്നാൽ ദിശാബോധമില്ലാത്തവനും ലക്ഷ്യമില്ലാത്തവനുമായി കണ്ണടച്ച് ഇരിക്കുക എന്നല്ല, മറിച്ച് ഗുരുവിന്റെ മുന്നിൽ ദിവസേനയുള്ള കഠിനമായ പരിശീലനത്തിലൂടെ അറിവ് നേടുകയും മനസ്സ് ബോധം കൈവരിക്കുന്നതുവരെ ഒരാളുടെ വിവേചനാധികാരത്തെ മൂർച്ച കൂട്ടുകയും ചെയ്യുക എന്നാണ്. അറിവില്ലാതെ ബുദ്ധി അന്ധമാണെന്ന് ഗുരുദേവൻ പറയുന്നു. ബുദ്ധിയില്ലാതെ വിവേചനാധികാരം അഹംഭാവമായി മാറുന്നു. വിവേചനബുദ്ധിയില്ലാതെ ബോധം കൈവരിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ 6 ശത്രുക്കളും അത്യാഗ്രഹം, ആസക്തി, അഹങ്കാരം, അസൂയ മനസ്സിൽ നിന്ന് അലിഞ്ഞുചേരണം. മനസ്സ്, അതായത് അറിവ്, ബുദ്ധി, വിവേചനം സ്ഥിരതയുള്ളതും നിശ്ചലവുമാകുമ്പോൾ, പരമബോധത്തിന്റെ ദിവ്യപ്രകാശം മനസ്സിനെ പ്രകാശിപ്പിക്കുമ്പോൾ അറിവിന്റെ നിധി തുറന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ഈ നെഞ്ച് തുറക്കുന്നത് അഹങ്കാരത്തിന്റെ 6 കൈകളുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. അന്വേഷകൻ മിഥ്യാബോധം കൈവരിക്കുന്നു. ഇത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വാതിലാണ്. അവിടെ നിന്നാണ് ആത്മാവിന്റെ ആന്തരിക വെളിച്ചം. സച്ചിദാനന്ദൻ വസിക്കുന്ന ഏറ്റവും ഉള്ളിലെ പാത്രമാണിത്. ബ്രഹ്മസൂത്രങ്ങൾ ഈ നിധിയെ തിരിച്ചറിയുകയും യുക്തി നൽകുകയും ചെയ്യുന്നു. ആനന്ദം പരമാത്മാവാണ്. ദമയോ അഭ്യാസാത്, അതായത് പരമാത്മാവ് ആനന്ദത്തിന്റെ മൂർത്തീഭാവമാണ്. ഈ സത്യം തപസ്, ധ്യാനം, നിരന്തരമായ പരിശീലനം എന്നിവയിലൂടെ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന താൽക്കാലിക ആനന്ദമല്ല ഈ ആനന്ദം, മറിച്ച് ആത്മാവ് അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി പ്രകടമാകുന്ന ശാശ്വതവും അനന്തവുമായ സന്തോഷമാണിത്. ഈ ആനന്ദം ബാഹ്യവസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ നേട്ടങ്ങളെയോ ആശ്രയിക്കുന്നില്ല, മറിച്ച് ആന്തരിക യാത്രയിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന പരമാത്മാവിന്റെ തന്നെ സ്വഭാവമാണിത്. അന്നമായ ഈ ശരീരം, പ്രാണമായ നമ്മുടെ ജീവശക്തി, മനോമായ നമ്മുടെ മനസ്സ്, വിജ്ഞാനമായ നമ്മുടെ ബോധം എന്നീ 4 പാത്രങ്ങളുടെയും താക്കോലുകൾ തുറക്കുമ്പോൾ, അവയെ നിശ്ചലമായി നിലനിർത്തുമ്പോൾ, സ്ഥിരതയുള്ള, രൂപമില്ലാത്ത, ഗുണങ്ങളില്ലാത്ത, മാറ്റമില്ലാത്ത, യഥാർത്ഥത്തിൽ ആനന്ദപൂർണമായ ആത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ നാം എത്തിച്ചേരുന്നു. ബാഹ്യവസ്തുക്കളെ ആശ്രയിച്ചുള്ള ക്ഷണികമായ ആനന്ദങ്ങളെയോ സന്തോഷത്തെയോ മറികടന്ന് സ്വാഭാവിക സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയാണിത്. മഴക്കാലത്ത് മേഘങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകുന്നതുപോലെ ഈ പാത്രം തുറക്കുമ്പോൾ ആനന്ദം ഒഴുകുന്നു. പരമമായ ആനന്ദത്തിന്റെ ഈ നിധി തുറക്കുന്നതിനുള്ള താക്കോലാണ് തപസ്യ. ഇവിടെ തപസ്യ എന്നാൽ കഠിനമായ പരിശീലനമോ ശാരീരിക കഷ്ടപ്പാടോ മാത്രമല്ല അർത്ഥമാക്കുന്നത്,
മറിച്ച് സ്ഥിരോത്സാഹത്തോടും ക്ഷമയോടും കൂടി ഒരാളുടെ ലക്ഷ്യത്തിലെ സ്ഥിരോത്സാഹം എന്നിവയാണ് ഇതിനർത്ഥം. അന്വേഷകനെ അവരുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു അചഞ്ചലമായ ദൃഢനിശ്ചയവും അചഞ്ചലമായ പരിശ്രമവുമാണ് ഇത്. ഗുരുദേവൻ വിശദീകരിക്കുന്നു. യോഗ, ഉപവാസം, പ്രാണായാമം, ധ്യാനം, സാധന, ജ്ഞാനപഠനം എന്നിവയിലൂടെ തുടർച്ചയായതും കഠിനവുമായ തപസ്സിലൂടെ അന്വേഷകനിൽ അതിരറ്റ ആനന്ദപ്രവാഹം പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് ശാരീരികവും മാനസികവുമായ അടിമത്തത്തിൽ നിന്ന് സ്വയം മോചിതനായി എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു തുള്ളി പോലെ ആത്മാവ് പരമാനന്ദത്തിന്റെ മൂർത്തീഭാവമായ പരമസത്തയുടെ സമുദ്രത്തിൽ ലയിച്ചു. ഉപനിഷത്തുകളിൽ ഈ അവസ്ഥയെ സിദ്ധി, മോക്ഷം, ആത്യന്തിക അവസ്ഥ എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിലാണ് അന്വേഷകൻ തന്റെ ശുദ്ധവും ശാശ്വതവും സത്യവും അനന്തവും ആനന്ദപൂർണവുമായ രൂപത്തിൽ സ്ഥാപിതനും സ്ഥിരതയുള്ളവനും ആകുന്നത്. ഇപ്പോൾ ആത്മാവിന്റെയും പരമസത്തയുടെയും ദ്വന്ദ്വം അവസാനിച്ചു, അതുല്യമായ അസ്തിത്വം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അന്വേഷകൻ ഇപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ കഴിയും, കാരണം അവനും പരമസത്തയും തമ്മിൽ വ്യത്യാസമില്ല. ഈ അവസ്ഥയിൽ നമുക്ക് അയം ആത്മബ്രഹ്മം അർത്ഥം നമ്മുടെ ആത്മാവ് ഒരു മിഥ്യയാണ് അനുഭവിക്കുക മാത്രമല്ല, നമ്മൾ സ്വയം പരമസത്തയായി മാറുന്നു. നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു, അതായത് ഞാൻ ഒരു മിഥ്യയാണ്. വേദഗ്രന്ഥങ്ങളും ഈ അവസ്ഥയെ സ്ഥിരീകരിക്കുന്നു. ഈ അവസ്ഥ ഒരു മിഥ്യയോ മാനസിക സങ്കല്പമോ അല്ല, മറിച്ച് ദ്വന്ദ്വം അപ്രത്യക്ഷമാവുകയും അന്വേഷകൻ പരമമായ ആനന്ദത്തിൽ ലയിക്കുകയും ചെയ്യുന്ന ഒരു നേരിട്ടുള്ളതും പൂർണ്ണവുമായ അനുഭവമാണ്.